UK ലൈസൻസ് കിട്ടുക ഒരു ചലഞ്ചാണ്. പക്ഷേ ശരിക്കുള്ള ചലഞ്ച് ലൈസൻസിൻ്റെ പോയിന്റ് വരാതെ നോക്കുക എന്നുള്ളതാണല്ലോ. ചിലപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് രീതിയുടെ പ്രശ്നമാകും, ചിലപ്പോൾ നമ്മൾ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് മാത്രം നമുക്ക് ലൈസൻസ് പോയിന്റ്സ് വരാറുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രൈവ് ചെയ്യുമ്പോൾ മാപ്സ് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും? കുറച്ച് കാലമായിട്ട് ഞാൻ പല മാപ്സും മാറി മാറി ടെസ്റ്റ് ചെയ്തു. ഗൂഗിൾ മാപ്സ്, ആപ്പിൾ മാപ്സ്, വെയ്സ്, റഡാർ ബോട്ട്. ഈ 4 ആപ്സ് ഞാൻ റിയൽ യൂസ് ചെയ്തു, കമ്പയർ ചെയ്തു. ഇതിൽ ഏതാണ് ബെസ്റ്റ്? ഞാൻ 5 കാറ്റഗറി ആയിട്ടാണ് കമ്പയർ ചെയ്തത്. 1. സ്പീഡ് ക്യാമറ ഡിറ്റക്ഷൻ, 2. നാവിഗേഷൻ ക്വാളിറ്റി, 3. ട്രാഫിക് അപ്ഡേറ്റ്, 4. ബാറ്ററി ഡ്രെയിൻ, 5. ബെസ്റ്റ് യൂസ് കേസ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. കാറ്റഗറി 1, സ്പീഡ് ക്യാമറ ഡിറ്റക്ഷൻ. ആദ്യം തന്നെ സ്പീഡ് ക്യാമറസ് നന്നായി ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഏതാണെന്ന് നോക്കാം. UK ഇത് സീരിയസ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്പീഡ് ടിക്കറ്റ് കിട്ടിയാൽ നിങ്ങൾക്കറിയാം മിനിമം 100 ഫൈനും 3 പോയിൻറ്റ്സും പോകും. സോ ഏത് ആപ്പാണ് ബെസ്റ്റ് അലേർട്ട് തരുന്നത്? ആദ്യം നമുക്ക് നോക്കാം റഡാർ ബോട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്. ഒരു സോഷ്യൽ മീഡിയ വീഡിയോ കണ്ടാണ് എനിക്കിത് ഇങ്ങനൊരു ആപ്പ് ഉള്ള കാര്യം മനസ്സിലായത്. ഇതൊരു ഡെഡിക്കേറ്റഡ് സ്പീഡ് ക്യാമറ ആപ്പാണ്. UK ഓൾമോസ്റ്റ് എല്ലാ ക്യാമറയും ഇത് കവർ ചെയ്യും. ഫിക്സഡ് ക്യാമറാസ്, ആവറേജ് മൊബൈൽ സ്പീഡ് ക്യാമറാസ്, ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ക്യാമറാസ് പോലും ഇത് ഡിറ്റക്റ്റ് ചെയ്യും. പേഡ് വിഷൻ യൂസ് ചെയ്തപ്പോഴാണ് എനിക്കിതിൻ്റെ കാർപ്ലേയിൽ വർക്ക് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ക്യാമറയും ഇത് കവർ ചെയ്യും. വേസിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി റിപ്പോർട്ടാണ്. റിയൽ യൂസേഴ്സ് പോലീസ് അല്ലെങ്കിൽ ക്യാമറ ഹസാർഡ്സ് റിപ്പോർട്ട്സ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ UK വേസ് കമ്മ്യൂണിറ്റി വെരി ആക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അലേർട്ടും ആക്യുറേറ്റ് ആണ്. നോക്കാം, ഗൂഗിൾ മാപ്പിൽ ബേസിക് സ്പീഡ് ക്യാമറ വാണിംഗ് ഉണ്ട്. ബട്ട് വേസിനെ പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇല്ല. എന്നാൽ പിന്നെ ആപ്പിൾ മാപ്സ് നോക്കിയാൽ ആപ്പിൾ മാപ്പിൽ UK എനിക്കൊന്ന് സ്പീഡ് ക്യാമറ അലേർട്ട് വെരി ലിമിറ്റഡ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ അതിൽ മാത്രം വിശ്വസിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യുന്നത് സേഫ് അല്ല. സെയിം റൂട്ടിൽ ഞാൻ വെയ്സും റഡാർ ബോട്ടും മാറി മാറി ടെസ്റ്റ് ചെയ്തു. റഡാർ ബോട്ട് അലേർട്ട് ചെയ്ത ക്യാമറസ് എല്ലാം വെയ്സും കാണിച്ചു. സോ നമുക്ക് സെക്കൻഡ് പ്ലേസ് വേണമെങ്കിൽ വെയ്സിന് കൊടുക്കാം. ഇതിൻ്റെ കാറ്റഗറി വിന്നർ റഡാർ ബോട്ടാണ്. സോ നെക്സ്റ്റ് വൺ കാറ്റഗറി 2, നാവിഗേഷൻ ക്വാളിറ്റി. UK റോഡ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, റൗണ്ട് അബൌട്ട്സ്, നാരോ ലൈൻസ്, കോംപ്ലക്സ് ജംഗ്ഷൻസ്, ഓരോ പ്ലേസും ഡിഫറെൻ്റ് ആണ്. സോ ഏത് ആപ്പാണ് ബെസ്റ്റ് നാവിഗേഷൻ എക്സ്പീരിയൻസ് തരുന്നത്? ആപ്പിൾ മാപ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്പിൾ മാപ്സിൻ്റെ ഗ്രാഫിക്സ് ആണ്. അതിന് 3D വ്യൂവും ലൈൻ ഗൈഡ് ലൈൻസും ജംഗ്ഷൻ വ്യൂവും എവറിത്തിങ് ഈസ് ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ്. UK റൗണ്ട് അബൌട്ട്സിൽ ഏത് ലൈൻ എടുക്കണം ക്ലിയർലി കാണിച്ചു തരും. ഐഫോൺ കാർപ്ലേ യൂസേഴ്സും എനിക്ക് വരുന്ന എക്സ്പീരിയൻസ് ഒരു സീംലെസ് ആണ് ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ മാപ്പ്. ഗൂഗിൾ മാപ്പ് നാവിഗേഷൻ ക്ലീൻ ആണ്, ആക്യുറേറ്റ് ആണ്. കറണ്ട് സ്പീഡ് പ്ലസ് സ്പീഡ് ലിമിറ്റ് സൈഡ് ബൈ സൈഡ് കാണിക്കും, വെരി യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെ വേറെ തന്നെ നമുക്ക് പെട്രോൾ സ്റ്റേഷൻസ്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഡീറ്റെയിൽഡ് നമുക്കിന്ന് ഗൂഗിൾ മാപ്സിൽ നമുക്ക് കാണിക്കും. എന്നാൽ വേസിൻ്റെ കാര്യത്തിൽ നമുക്ക് ട്രാഫിക് ഡിറ്റക്ഷൻ നല്ലതാണ്. അതിൻ്റെ ബേസിസ് നമുക്ക് ബെറ്റർ റൂട്ട് സജസ്റ്റ് ചെയ്ത് തരും. ബട്ട് UI എനിക്ക് തോന്നുന്നു സ്ലൈറ്റ്ലി ക്ലട്ടേഡ് ആണ്. കമ്മ്യൂണിറ്റി ഐക്കൺസ്, ആഡ്സ്, അലേർട്സ് ഒരുമിച്ച് വരും. എന്നാൽ റഡാർ ബോർഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നാവിഗേഷൻ എനിക്ക് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബേസിക് ആണ്. ഇതിനെ ഒരു പ്രൈമറി ക്യാമറ അലേർട്ട് ആപ്പായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. സോ ഇതിനകത്ത് വിന്നർ നമുക്ക് ആപ്പിൾ മാപ്സ് ആണ്. കാറ്റഗറി 3, ട്രാഫിക് അപ്ഡേറ്റ്. വേസ് ട്രാഫിക് ഡാറ്റ സ്ട്രോങ്ങസ്റ്റ് ആണ്. സോ ദ കമ്മ്യൂണിറ്റി റിപ്പോർട്ട് പ്ലസ് ഒഫീഷ്യൽ ഡാറ്റ കമ്പൈൻ ചെയ്യുമ്പോൾ സൂപ്പർ ആക്യുറേറ്റ് ആണ്. UK കമ്മ്യൂണിറ്റി വെരി ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ റോഡ് ക്ലോഷർ, പോലീസ് അപ്ഡേറ്റ് എല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേസിൽ കിട്ടും. ഗൂഗിൾ മാപ്സ്. എനിക്ക് ഗൂഗിൾ മാപ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ബില്യൺസ് ഓഫ് യൂസേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഡാറ്റ ആക്യുറേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഡാറ്റ ഉള്ളത് ശരിക്കും ഗൂഗിൾ മാപ്സിൽ ആണ്. നമുക്ക് വേസിനോട് നമുക്ക് വെരി ക്ലോസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ആപ്പിൾ മാപ്പ് ഗുഡാണ്, ബട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലെസ് ഡീറ്റെയിൽ ദാൻ വേസ് ഓർ ഗൂഗിൾ. റഡാർ ബോർഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ട്രാഫിക് ഇൻഫോ ലിമിറ്റഡ് ആണ്. സോ ഇത് ഫോക്കസ്ഡ് അല്ല അത്. സോ നമുക്ക് ഇതിനകത്ത് നമുക്ക് വിന്നർ എന്ന് വേണമെങ്കിൽ നമുക്ക് വേസിനെ തന്നെ പറയാം. പിന്നെ നമുക്ക് കാറ്റഗറി 4 നോക്കാം. നമുക്ക് ബാറ്ററി ഡ്രെയിൻ. ഏറ്റവും കൂടുതൽ ബാറ്ററി ഡ്രെയിൻ ഏത് മാപ്പ് ഉപയോഗിക്കുമ്പോഴാണ്? ആപ്പിൾ മാപ്സ് ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റ് ബാറ്ററി പെർഫോമൻസ് വേണമെങ്കിൽ പറയാം. അത് ഐഫോണും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊന്ന് ഏറ്റവും നല്ലതാണ്. കാരണം iOS ഡീപ്പ് ഇൻറ്റഗ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒപ്റ്റിമൈസ്ഡ് ആണ്. നമ്മൾ ലോങ് ഡ്രൈവിൽ നമുക്ക് ആപ്പിൾ മാപ്സ് നമുക്ക് അങ്ങനെ ഏറ്റവും വേണമെങ്കിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ്. റഡാർ ബോർഡ് ശരിക്കും പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ അലേർട്ട് മോഡിൽ നമുക്ക് റൺ ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്ന് ബാറ്ററി ഒട്ടും നമുക്ക് എടുക്കുകയല്ല, ബാറ്ററി ഡ്രെയിൻ വളരെ കുറവാണ്. നാവിഗേഷൻ ആപ്പിൽ എനിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്താൽ എനിക്കൊന്ന് മിനിമൽ ഇമ്പാക്റ്റ് ആണ്. സോ ഗൂഗിൾ മാപ്സ് നോക്കാം.
ഡ്രെയിനാണ്, മാനേജബിൾ ആണ്. അതൊന്ന് ലോങ് ട്രിപ്പിൽ നമുക്ക് ചാർജർ കണക്ട് ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. വേസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹൈ ബാറ്ററി ഡ്രെയിൻ ഉള്ളതാണ്. കാരണം കണ്ടിന്യൂസ് GPS, കമ്മ്യൂണിറ്റി പ്ലസ് ഡാറ്റ എല്ലാം കൂടെ വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലോങ് ട്രിപ്പിൽ ഡെഫിനറ്റ്ലി ചാർജർ വേണം. സോ ഇതിനകത്ത് വിന്നർ എന്ന് പറയുന്നത് ആപ്പിൾ മാപ്സ് ആണ്. പിന്നെ നമുക്ക് അടുത്ത കാറ്റഗറി നോക്കാം, ബെസ്റ്റ് യൂസ് കേസ്. ഒരൊറ്റ ആപ്പിൽ നമുക്ക് എവറിത്തിങ് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കമ്പൈൻഡായി യൂസ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആകുന്നത്. ട്രിപ്പ് പ്ലാനിങ് അല്ലെങ്കിൽ പ്ലേസ് സെർച്ച് ചെയ്യുന്ന ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, റിവ്യൂസ്, ഗൂഗിൾ മാപ്സ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഓഫ്ലൈൻ മാപ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും ഗൂഗിൾ മാപ്പ് പറ്റും. നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയയിലോട്ട് പോകുമ്പോൾ ശരിക്കും ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ടാണെങ്കിൽ എനിക്ക് ഗൂഗിൾ മാപ്പ് ഏറ്റവും നല്ലതാണ്. ഡെയിലി കമ്മ്യൂട്ടിന് എനിക്ക് തോന്നുന്നു വേസ് ഈസ് ദ ബെസ്റ്റ് വൺ. ട്രാഫിക് പ്ലസ് സ്പീഡ് ക്യാമറ കോംബോ പെർഫെക്റ്റ് ആണ്. ലോങ് റോഡ് ട്രിപ്പിൽ പ്ലാൻ ചെയ്യുമ്പോൾ റൂട്ടിൽ ഒരുപാട് സ്പീഡ് ക്യാമറാസ് അല്ലെങ്കിൽ സ്കൂൾ സോൺസ്, ബസ് ലൈൻസ് ഉണ്ടെങ്കിൽ ഡാർബോർഡ് ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്ത് വേസിൽ നാവിഗേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ്. ഫ്രണ്ട്സ്, ഇതാണ് റിയൽ എക്സ്പീരിയൻസ്. ഒരു സിംഗിൾ ആപ്പ് എവരിത്തിങ് പെർഫെക്റ്റ് ആകില്ല. ബട്ട് റൈറ്റ് കോമ്പിനേഷൻ യൂസ് ചെയ്താൽ UK റോഡ്സ് നമുക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.